റിപ്പോർട്ടില് 10 സെന്റിമീറ്റർ ആഴത്തിലാണ് മുറിവെന്നുള്ളതുണ്ട്. ഒരു സ്ത്രീക്ക് ആരോഗ്യപരമായി അതിന് സാധ്യമാണോ? സാധ്യത കുറവാണ് സർ. ആഴത്തിന്റെ കാര്യം വിടാം, മുറിവിന്റെ സ്വഭാവം ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് കത്തി പൂർണ്ണ ശക്തിയോടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു എന്നാണ്. എന്റെ അമ്മയുടെ ശരീരഘടനയും കൊല്ലപ്പെട്ട എന്റെ അച്ഛന്റെ ശരീരഘടനയും കണക്കിലെടുത്താൽ അത്തരത്തിൽ ആഴത്തിൽ കുത്താൻ ആവശ്യമായ ശരീരബലം അമ്മയ്ക്കുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വെക്കാവുന്നതല്ലേ സർ? ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തരാൻ പറ്റില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ നീ ഗെയിം കളിക്കുന്നത്? പോലീസിന്റെ പണി കയറി ചെയ്യണ്ട. ആരാ ഇത് എടുത്തു കൊടുത്തത്? ഓ, താനായിരിക്കും. തന്റെ മൂത്താപ്പയുടെ മകളാണല്ലോ. സർ, അത് ഒരു സതുദ്ദേശത്തിന്റെ പുറത്ത്. അത്തരം സതുദ്ദേശം ഇവിടെ വേണ്ട. സർ, ഞാൻ നിർബന്ധിച്ചിട്ടാണ്. തന്നോട് ചോദിച്ചോ? എന്തൊക്കെയാണോ ഇത്? പോലീസ് സ്റ്റേഷനിൽ ബോർഡെടുത്ത് മാറ്റണോ? ഓ, നിങ്ങളുടെയൊക്കെ ദത്തുപുത്രിയാണല്ലോ ഇവള്. എല്ലാരും കൂടെ ഒരു അമ്പലം പണിതിട്ട് ഇവളെ അവിടെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് വിളക്ക് കത്തിച്ച് 2 നേരം പ്രാർത്ഥിക്കും. 24 മണിക്കൂറിനകം എനിക്കിതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കണം. താൻ ഇവിടെ ഇരുന്ന് റിട്ടയർഡ് ആവണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർ, സാറിന്റെ അച്ഛൻ മാധവൻ സാറ് കൊല ചെയ്യപ്പെടുകയും കൊലപാതകയുടെ സ്ഥാനത്ത് സാറിന്റെ അമ്മ എത്തുകയും ചെയ്ത അപ്പോ സാറിന് എന്റെ മനസ്സ് കാണാൻ കഴിയും. എന്റെ അമ്മയെ രക്ഷിക്കാൻ ഏതറ്റം വരെ എനിക്ക് പോയേ മതിയാവും. സോറി സർ. സോറി. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട.